നമസ്കാരം. ഇംഗ്ലീഷ് പ്രാക്ടീസ് സെഷൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിവിടെ നമ്മൾ നോക്കുന്നത് വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. അതായത് എല്ലാവർക്കും മിക്കപ്പോഴും സംശയം തോന്നുന്ന തെറ്റിക്കുന്ന ഒരു കാര്യം, അതായത് അഡ്വൈസ്. കേൾക്കുമ്പോൾ തന്നെ അറിയാം എന്താണ് ഉപദേശം, അല്ലേ? ആർക്കും വലിയ താല്പര്യമില്ലാത്ത കാര്യമാണ് ഉപദേശം. അവിടെ ആ സ്പെല്ലിങ്ങിൽ വരുന്ന വ്യത്യാസം നോക്കേ. ഇവിടെ നമുക്ക് ഇംഗ്ലീഷിൽ നമുക്ക് അഡ്വൈസ്, അതായത് ICE അവസാനം, അല്ലേ? ICE. ഇനി മറ്റൊരു അഡ്വൈസും ഉണ്ട്. ഏതാണ്? അഡ്വൈസ്, അതായത് അവസാനം SE വരുന്ന അഡ്വൈസ്. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഇതെവിടെയൊക്കെയാണ് ഉപയോഗിക്കുന്നത്, എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്, എന്താണ് ഇത് തമ്മിലുള്ള വ്യത്യാസം? പലപ്പോഴും നമുക്കിത് മിക്കവർക്കും അറിയില്ല. നമ്മൾ മിക്കപ്പോഴും അത് തെറ്റിച്ചാണ് എഴുതുന്നതും അല്ലേ? നമ്മൾ മിക്കപ്പോഴും CE വരേണ്ടത് SEയും SE വരേണ്ടടുത്ത് CEയും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയും തിരിഞ്ഞൊക്കെ നമ്മൾ എഴുതാറുണ്ട്. അപ്പോൾ അതിൻ്റെ സിമ്പിളായിട്ടുള്ള വളരെ ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ. നമുക്കതൊന്ന് നോക്കാം. ഓക്കെ, അതായത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇതേപോലെ തന്നെ ഒരെണ്ണം നോക്കിയായിരുന്നു, അല്ലേ? ഡ്യൂറിങ് അതേപോടൊപ്പം തന്നെ വൈൽ. ഇത് രണ്ടും എവിടെയാണ്, ഏതൊക്കെ രീതിയിലാണ് ഉപയോഗിക്കുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓക്കെ, നോക്കാം. നമുക്കിവിടെ ഫസ്റ്റ്, അതായത് ICE അതിൽ അവസാനിക്കുന്ന അഡ്വൈസ്. അതെന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു നൗൺ ഫോമാണ്. എന്താ നൗൺ ഫോം എന്ന് പറഞ്ഞാൽ എന്താണ്? നൗൺ, ഇതൊരു പേരാണ്, അല്ലേ? അപ്പം അതിൻ്റെ അർത്ഥം എന്താണ്? ഉപദേശം. എന്താണ്? ഉപദേശം. ഓക്കെ, ഇനി രണ്ടാമത് അഡ്വൈസ്, SEയിൽ അവസാനിക്കുന്ന അഡ്വൈസ്. അതെന്താണ്? വെർബാണ്. അത് ഉപദേശിക്കുക, ഒരു പ്രവൃത്തിയാണ്. മനസ്സിലായോ? അപ്പം ആദ്യത്തെ അഡ്വൈസ് ഉപദേശം, രണ്ടാമത്തത് ഉപദേശിക്കുക. മനസ്സിലായോ? ആ ഒരു വ്യത്യാസമേ ഉള്ളൂ. ഇനി ഇത് നമുക്ക് എങ്ങനെയാണ് നമുക്ക് ക്രിയേറ്റ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. അതിന് മുമ്പ് ഒരു കാര്യം ഇവിടെ പറഞ്ഞോട്ടെ. ഇനി എവിടെയെങ്കിലുമൊക്കെ നമ്മൾ ഇത് ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് മറന്നു പോവുകയോ, ഇത് നൗണാണെന്നും അറിയാം, പിന്നെ വെർബും ആണെന്നറിയാം ഒരെണ്ണം, പക്ഷേ ഇത് ചിലപ്പോൾ നമ്മൾ മറന്നു പോകും. ഏതാണ് നൗൺ, ഏതാണ് വെർബ്? അതിനൊരു ചെറിയൊരു കാര്യം പറഞ്ഞുതരാം. അവസാനം, അതായത് ആദ്യത്തെ ആ അഡ്വൈസിൽ ICEയിലാണ് അവസാനിക്കുന്നത്. എന്താണ്? ഐസ്, അല്ലേ? ICE, ഐസ്. ഈ ഐസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതൊരു നൗണാണ്, ഒരു പേരാണ്, അല്ലേ? അപ്പോൾ അത് മാത്രം ഓർത്തിരുന്നാൽ മതി. അതൊരു പ്രവൃത്തിയല്ല. ഐസ് എന്ന് പറഞ്ഞൊരു നൗണാണ്. അപ്പം ആ ICEയിൽ അവസാനിക്കുന്ന അഡ്വൈസ് നൗൺ. അങ്ങനെ ഓർത്തിരിക്കുക കേട്ടോ, വളരെ എളുപ്പമാണ്. ഇനി നമുക്ക് നോക്കാം. ഇനി 2-3 എക്സാമ്പിൾ നോക്കുക, പെട്ടെന്ന് മനസ്സിലാവും. ഞാൻ പറയുന്നു, എൻ്റെ അമ്മ എനിക്ക് മിക്കപ്പോഴും എല്ലായ്പ്പോഴും നല്ല ഉപദേശങ്ങൾ തരാറുണ്ട് എന്നൊരു സെൻറ്റൻസ്. എൻ്റെ അമ്മ മിക്കപ്പോഴും എനിക്ക് നല്ല ഉപദേശങ്ങൾ തരാറുണ്ട്. അതിനെ നമുക്ക് ഇംഗ്ലീഷിലേക്ക് എങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യാം? അവിടെ ഏത് അഡ്വൈസാണ് വേണ്ടത്? ഉപദേശങ്ങൾ, ഇല്ലേ? ഇല്ലെങ്കിൽ ഉപദേശം. അപ്പോൾ അവിടെ പ്രവൃത്തിയല്ല, അതൊരു നൗണാണ്. അപ്പോൾ ആദ്യത്തെ ICEയിൽ അവസാനിക്കുന്ന അഡ്വൈസാണ് അവിടെ വരേണ്ടത്. ശരിയല്ലേ? നമുക്ക് ആ സെൻറ്റൻസ് ഒന്ന് ക്രിയേറ്റ് ചെയ്ത് നോക്കാം. എങ്ങനെയാണ്? മൈ മദർ ഓൾവേസ് ഗീവ്സ് മീ ഗുഡ് അഡ്വൈസ്. എഴുതിയുണ്ടോ? മൈ മദർ ഓൾവേസ് ഗീവ്സ് മീ ഗുഡ് അഡ്വൈസ്. അവിടെ ആ സെൻറ്റൻസ് കണ്ടപ്പോൾ ഒരു ചെറിയ സംശയം തോന്നുന്നുണ്ടോ? അതായത് ഉപദേശങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ അവിടെ അഡ്വൈസസ് എന്നൊക്കെ വരേണ്ടതല്ലേ എന്നൊക്കെയുള്ള സംശയം തോന്നുന്നുണ്ടോ? ഓക്കെ, തോന്നാം. അതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത്, ഈ അഡ്വൈസ് ICEയിൽ അവസാനിക്കുന്ന നൗൺ ഫോം അത് എന്താണെന്നറിയോ? അതൊരു കളക്റ്റീവ് നൗൺ എന്ന് പറയും. അതിന് മുമ്പിൽ അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ആപ്പിൾ എന്ന് പറയുമ്പോൾ ആൻ ആപ്പിൾ, അല്ലെങ്കിൽ ഒരാപ്പിൾ എന്ന് പറയണമെങ്കിൽ ആൻ ആപ്പിൾ എന്ന് പറയാറുണ്ട്, അല്ലെങ്കിൽ ഒരു കസേര എന്ന് പറയണമെങ്കിൽ എ ചെയർ എന്ന് പറയാറുണ്ട്. ഇപ്പോൾ ഇവിടെ ഇതിനു മുൻപിൽ ഈ പറയുന്നത് പോലെ ആനൊന്നും ചേർക്കാറില്ല. കാരണം എന്താ? ഇതൊരു കളക്റ്റീവ് നൗണാണ്. കാരണം ഇപ്പോൾ നമ്മൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഷുഗർ, പെട്ടെന്ന് മനസ്സിലാവും. ഷുഗർ പറയുമ്പോൾ നമ്മൾ ഷുഗർ എന്ന് പറയാറുണ്ടോ? പഞ്ചസാര ഷുഗർ എന്ന് പറയാറുണ്ടോ? ഇല്ലേ? നമ്മൾ ഇല്ലെങ്കിൽ ഷുഗേഴ്സ് എന്ന് പറയാറുണ്ടോ? പഞ്ചസാരകൾ എന്ന് പറയാറുണ്ടോ? ഇല്ല. പഞ്ചസാര എന്ന് പറഞ്ഞാൽ അതിൻ്റെ തരികൾ കുറേ ഉണ്ട്. അതിനെ ഓരോന്നും എടുത്തിട്ട് അങ്ങനെ നമ്മൾ ഷുഗർന്നോ അങ്ങനെയൊന്നും പറയാറില്ല. അപ്പോൾ ഷുഗർ എന്ന് പറഞ്ഞൊരു കളക്റ്റീവ് നൗണാണ്. അതിൻ്റെ കൂടെ തന്നെയാണ് ഇതും. ഈ അഡ്വൈസ്. അപ്പോൾ വേണമെങ്കിൽ ഇവിടെ ഉപയോഗിക്കുന്ന ചില രീതികളെന്ന് പറഞ്ഞാൽ സം ഉപയോഗിക്കാം. സം പീസസ് ഓഫ് അഡ്വൈസ് എന്ന് വേണമെങ്കിൽ പറയാം. കുറച്ച് നല്ല ഉപദേശങ്ങൾ, സം പീസസ്, അങ്ങനെയൊക്കെ നമുക്ക് ഉപയോഗിക്കാം. ഓക്കെ, എന്തുമായാലും നമുക്കിപ്പോൾ ഇവിടുത്തെ സെൻറ്റൻസ് നമ്മളിവിടെ ഇവിടെ ആദ്യത്തെ അഡ്വൈസ് ആണ്, ICE വരുന്ന അഡ്വൈസ് ആണ്. മൈ മദർ ഓൾവേസ് ഗീവ്സ് മീ ഗുഡ് അഡ്വൈസ്. ഓക്കെ, ഇനി രണ്ടാമത്തെ മറ്റൊരു സെൻറ്റൻസ് നമുക്ക് നോക്കാം. എൻ്റെ അമ്മ, ഇല്ലെങ്കിൽ എൻ്റെ പേരൻസ് മിക്കപ്പോഴും എന്നെ ഉപദേശിക്കാറുണ്ട്. അങ്ങനൊരു സെൻറ്റൻസ് നമുക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം? അതായത് അപ്പോൾ ഏത് അഡ്വൈസ് വേണം അവിടെ ഉപദേശിക്കാറുണ്ട്, അവിടെ വെർബാണ് വരേണ്ടത്, അല്ലേ? അപ്പോൾ അത് രണ്ടാമത്തെ അഡ്വൈസ്. അപ്പോൾ എങ്ങനെ നമുക്ക് ആ സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യാം? മൈ പേരൻസ് ഓൾവേസ്
മൈ പേരൻസ് ഓൾവേസ് അഡ്വൈസ് മീ. മൈ പേരൻസ് ഓൾവേസ്, മിക്കപ്പോഴും അല്ലേ, മിക്കപ്പോഴും എല്ലായ്പ്പോഴും എന്ന് പറയുമ്പോൾ ഓൾവേസ് പറയാം. മൈ പേരൻസ് ഓൾവേസ് അഡ്വൈസ് മീ, രണ്ടാമത്തെ അഡ്വൈസാണ് വരേണ്ടത്. ശരിയല്ലേ? അപ്പോൾ അതിൻ്റെ ഡിഫറൻസ് കണ്ടോ, എവിടെയൊക്കെയാണ് ഉപയോഗിക്കുന്നുണ്ടോ. ഇനി നമുക്ക് മറ്റൊരു എക്സാമ്പിൾ നോക്കാം. അതായത് എൻ്റെ ടീച്ചറിൻ്റെ ഉപദേശം എന്താണെന്ന് വെച്ചാൽ, എൻ്റെ ടീച്ചറിൻ്റെ ഉപദേശം എന്താണെന്ന് വെച്ചാൽ ഞാൻ വിദേശത്ത് പോയി പഠിക്കണമെന്നാണ്. ഞാൻ വിദേശത്ത് പോയി പഠിക്കണം എന്നാണ്. അപ്പോൾ നമുക്ക് ആ സെൻറ്റൻസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം? മൈ ടീച്ചേഴ്സ് അഡ്വൈസ്. ഏത് അഡ്വൈസ് അവിടെ വരേണ്ടത്? എൻ്റെ ടീച്ചറിൻ്റെ ഉപദേശം അല്ലേ, നൗൺ ഫോമാണ്. അപ്പോൾ ആദ്യത്തെ അഡ്വൈസ് മൈ ടീച്ചേഴ്സ് അഡ്വൈസ്. അഡ്വൈസ് ഈസ് ഫോർ മീ. അതായത് എനിക്ക് വേണ്ടിയുള്ള അഡ്വൈസ് എന്താണെന്ന് വെച്ചാൽ ടു ഗോ എബ്രോഡ് ഫോർ മൈ സ്റ്റഡീസ്. അതായത് ഞാൻ വിദേശത്തേക്ക് പോയി എൻ്റെ പഠിത്തത്തിന് വേണ്ടി ഞാൻ വിദേശത്തേക്ക് പോകണം എന്നാണ്. അപ്പോൾ എങ്ങനെയാണ് സെൻറ്റൻസ് വന്നേ? മൈ ടീച്ചേഴ്സ്, എൻ്റെ ടീച്ചറുണ്ടേ, ടീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ അപ്പോസ്ട്രോഫിയസ് ടീച്ചറുണ്ടേ. മൈ ടീച്ചേഴ്സ് അഡ്വൈസ് ഈസ് ഫോർ മീ ടു ഗോ എബ്രോഡ് ഫോർ മൈ സ്റ്റഡീസ്. എൻ്റെ സ്റ്റഡീസിന് വേണ്ടി ഞാൻ വിദേശത്തേക്ക് പോകണം എന്നുള്ളതാണ് എൻ്റെ ടീച്ചറിൻ്റെ ഉപദേശം. ഓക്കെ, ഇനി മറ്റൊരു എക്സാമ്പിൾ നോക്കാം. ഇപ്പോൾ പറയുകയാണ് എൻ്റെ ടീച്ചേഴ്സ്, എൻ്റെ കുറേ ടീച്ചേഴ്സുണ്ട്. ഇപ്പോൾ ഒരു ടീച്ചറല്ല, കുറേ ടീച്ചർ. എൻ്റെ ടീച്ചേഴ്സ് മിക്കപ്പോഴും എന്നെ ഉപദേശിക്കാറുണ്ട്. എന്തിനു വേണ്ടിയാണ്? വിദേശത്ത് പഠിക്കാൻ പോകുവാൻ. വിദേശത്ത് പഠിക്കാൻ പോകാനായിട്ട് എൻ്റെ ടീച്ചേഴ്സ് മിക്കപ്പോഴും എന്നെ ഉപദേശിക്കാറുണ്ട്. അവിടെ ഏത് അഡ്വൈസാണ് പറയേണ്ടത്? ഉപദേശിക്കാറുണ്ട്. ഉപദേശിക്കുക അവിടെ വെർബാണ്, പ്രവൃത്തിയാണ്. അപ്പോൾ നമുക്ക് എന്താണ് രണ്ടാമത്തെ അഡ്വൈസ് അല്ലേ? അപ്പോൾ നമുക്ക് ആ സെൻറ്റൻസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം? മൈ ടീച്ചേഴ്സ് ഓൾവൈസ് അഡ്വൈസ് മീ ടു ഗോ എബ്രോഡ് ഫോർ മൈ സ്റ്റഡീസ്. കണ്ടോ? മൈ ടീച്ചേഴ്സ്, എൻ്റെ ടീച്ചേഴ്സ്, എൻ്റെ ടീച്ചർമാർ മൈ ടീച്ചേഴ്സ് ഓൾവേസ് അഡ്വൈസ് മീ, എന്നെ ഉപദേശിക്കാറുണ്ട്. എന്തിനാണ് ഉപദേശിക്കുന്നത്? ടു ഗോ എബ്രോഡ് ഫോർ മൈ സ്റ്റഡീസ്. കണ്ടോ? അപ്പോൾ രണ്ടാമത്തെ അഡ്വൈസാണ് അവിടെ വന്നത്. മനസ്സിലായോ? ഇനി നമുക്ക് വേറൊരു എക്സാമ്പിൾ നോക്കാം. അതായത് അവൾ എന്തുപദേശമാണ് നിനക്ക് നൽകിയത്? അവൾ എന്ത് ഉപദേശം, ഉപദേശിച്ചതൊന്നല്ല ചോദിച്ചേക്കുന്നത്, എന്താണ് ഉപദേശം? അവിടെ നൗൺ ഫോമാണ് വരേണ്ടത്. ശരിയല്ലേ? അപ്പോൾ നമുക്ക് ആ സെൻറ്റൻസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം? അവൾ എന്ത് ഉപദേശമാണ് നിനക്ക് നൽകിയത്? വാട്ട് കൈൻഡ് ഓഫ് അഡ്വൈസ്. അപ്പോൾ ആദ്യത്തെ അഡ്വൈസ് അല്ലേ, നൗൺ ഫോം. വാട്ട് കൈൻഡ് ഓഫ് അഡ്വൈസ് ഡിഡ് ഷീ ഗിവ് യു അല്ലേ? ഡിഡ് ഷീ ഗിവ് യു? വാട്ട് കൈൻഡ് ഓഫ് അഡ്വൈസ് ഡിഡ് ഷീ ഗിവ് യു? എന്ത് തരത്തിലുള്ള അഡ്വൈസാണ് അവൾ നിനക്ക് നൽകിയത്? മനസ്സിലായോ? അപ്പോൾ അവിടെ ഏത് അഡ്വൈസാണ് വന്നത്? ആദ്യത്തെ ഉപദേശം ഇല്ലേ? ഇനി നമുക്ക് മറ്റൊരു എക്സാമ്പിൾ നോക്കാം. ഡോക്ടേഴ്സ് അല്ലേ, ഡോക്ടേഴ്സ് മിക്കപ്പോഴും നമ്മളെ എങ്ങനെ ഇപ്പം കുറഞ്ഞ അളവിൽ പഞ്ചസാര കഴിക്കാനായിട്ട് ഡോക്ടേഴ്സ് നമ്മളെ മിക്കപ്പോഴും ഉപദേശിക്കാറുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ അവിടെ എന്താ? അവിടെ നൗൺ ഫോം അല്ല, ഉപദേശിക്കാറുണ്ട്, വെർബാണ്. ശരിയല്ലേ? അപ്പോൾ നമുക്ക് ആ സെൻറ്റൻസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം? ഡോക്ടേഴ്സ് ഓഫൺ അല്ലേ, മിക്കപ്പോഴും. ഡോക്ടേഴ്സ് ഓഫൺ അഡ്വൈസ്. ഡോക്ടേഴ്സ് മിക്കപ്പോഴും അഡ്വൈസ് ചെയ്യാറുണ്ട്. എന്ത് അഡ്വൈസ് ചെയ്യുന്നു? ഈറ്റിംഗ് ലെസ് ഷുഗർ അല്ലേ? ഈറ്റിംഗ് ലെസ് ഷുഗർ, അതായത് വളരെ കുറഞ്ഞ അളവിൽ പഞ്ചസാര കഴിക്കാനായിട്ട് ഡോക്ടർ മിക്കപ്പോഴും നമ്മളെ ഉപദേശിക്കാറുണ്ട്. മനസ്സിലായോ? അപ്പോൾ അതായത് നമ്മൾ വെർബ്, അതായത് ഒരു പ്രവൃത്തിയാണെന്നുണ്ടെങ്കിൽ അവിടെ രണ്ടാമത്തെ SE വരുന്ന അഡ്വൈസ് ഉപയോഗിക്കുക. നൗൺ ഫോം ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യത്തെ ICEയിൽ അവസാനിക്കുന്ന അഡ്വൈസ് ഉപയോഗിക്കുക. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. ഓക്കെ, ഇനി നിങ്ങൾ രണ്ട് എക്സസൈസ് ഒന്ന് നോക്കിയേ. രണ്ട് എക്സാമ്പിൾ പറയാം. ഓക്കെ, ഒന്നാമത്തെ, നിങ്ങളുടെ ഉപദേശങ്ങൾക്ക് വളരെ നന്ദി. നിങ്ങളുടെ ഉപദേശങ്ങൾക്ക് വളരെ നന്ദി. അത് എനിക്ക് വളരെ സഹായകരമായിരുന്നു കേട്ടോ. നിങ്ങളുടെ ഈ ഉപദേശങ്ങളൊക്കെ എനിക്ക് വളരെ സഹായകരം ആയിരുന്നു. അത് നിങ്ങളുടെ ഉപദേശങ്ങൾക്ക് വളരെ നന്ദി. ആ സെൻറ്റൻസ് നമുക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം? താങ്ക് യു ഫോർ യുവർ അഡ്വൈസ് അല്ലേ? ഇറ്റ് ഹാസ് ബീൻ വെരി ഹെൽപ്ഫുൾ. എങ്ങനെയാണ് ആ സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്തത്? നോക്കൂ, അവിടെ ഏത് അഡ്വൈസാണ് വരേണ്ടത്? താങ്ക് യു ഫോർ യുവർ അഡ്വൈസ്. ഇറ്റ് ഹാസ് ബീൻ വെരി ഹെൽപ്ഫുൾ. അവിടെ ഏത് അഡ്വൈസ് വരും? ഫസ്റ്റ്, അതായത് ICEയിൽ വരുന്ന അഡ്വൈസ് വരുമോ അതോ SEയിൽ അവസാനിക്കുന്ന അഡ്വൈസ് വരുമോ? അതൊന്ന് ശ്രമിച്ച് നോക്കൂ. രണ്ടാമത്തത് മറ്റൊരു സെൻറ്റൻസ് നമുക്ക് നോക്കാം. പഠിക്കുവാൻ വേണ്ടി ഞാൻ അവളെ മിക്കപ്പോഴും ഉപദേശിക്കാറുണ്ട് അല്ലേ? പഠിക്കാൻ വേണ്ടി ഞാൻ മിക്കപ്പോഴും അവളെ ഉപദേശിക്കാറുണ്ട്. അപ്പോൾ ആ സെൻറ്റൻസ് നമുക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം? മിക്കപ്പോഴും എന്ന് പറയുമ്പോൾ ഓഫൺ അല്ലെങ്കിൽ ഓൾവേസ് എന്നൊക്കെ പറയാം. ഐ ഓഫൺ അഡ്വൈസ് ഹർ ഇല്ലേ? ഞാൻ മിക്കപ്പോഴും അവളെ ഉപദേശിക്കാറുണ്ട്. എന്തിനാ? ടു സ്റ്റഡി ഫോർ ഹർ എക്സാമിനേഷൻ, അവളുടെ പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കാൻ. ഐ ഓഫൺ അഡ്വൈസ് ഹർ ടു സ്റ്റഡി ഫോർ ഹർ എക്സാമിനേഷൻ. അവിടെ ഏത് അഡ്വൈസാണ് വരേണ്ടത്? ICEയിൽ അവസാനിക്കുന്ന അഡ്വൈസാണോ
എസ് ഇയിൽ അവസാനിക്കുന്ന അഡ്വൈസ് ആണോ? ഓക്കെ, അപ്പോൾ നിങ്ങൾ അത് മാക്സിമം നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്യുക, എന്നിട്ട് കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇനി മറ്റൊരു പ്രാക്ടീസ് സെഷനിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, നമസ്കാരം.